കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ ലോകായുക്ത ഉത്തരവിനെതിരെ സർവകലാശാല അപ്പീൽ നൽകും. ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ പരീക്ഷാ കൺട്രോളർക്ക് VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർദ്ദേശം നൽകി. പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി അടുത്തയാഴ്ച വീണ്ടും സർവകലാശാല പരീക്ഷ നടത്തും. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, വിവരങ്ങൾ എന്താണ്? വീണ, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ MBA വിദ്യാർത്ഥികളുടെ അവരുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ സർവകലാശാല ഇടപെടുകയും VCയുടെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുകയും ഒക്കെ തന്നെ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ ഈ പുതിയൊരു പരീക്ഷ നടത്തി വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം വിതരണം ചെയ്യണമെന്നുള്ള നടപടിയിലേക്ക് സർവകലാശാല കടക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു. അതിലെ എഴുതിയ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോകായുക്തയുടെ ഒരു ഉത്തരവ് വന്നത്. ലോകായുക്ത ഉത്തരവ് ഇത്തരത്തിലാണ്. അതായത് ആ വിദ്യാർത്ഥികൾക്ക് മറ്റ് വിഷയങ്ങളിൽ ലഭിച്ച മാർക്കിന്റെ ശരാശരി നൽകിക്കൊണ്ട് അവരെ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. ആ ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് ഇപ്പോൾ കേരള സർവകലാശാല തീരുമാനിച്ചിട്ടുള്ളത്. സർവകലാശാല VC കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമേലാണ് ഇത് സംബന്ധിച്ച് പരീക്ഷാ കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരുന്ന അടുത്ത ദിവസം തന്നെ അപ്പീൽ പോകണം എന്നുള്ളതാണ് VC നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ 71 വിദ്യാർത്ഥികളിൽ 65 പേരാണ് പുനഃപരീക്ഷ എഴുതി വിജയിച്ചതിൽ ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിരുന്നില്ല. കാരണം വർഷങ്ങൾ കഴിഞ്ഞു, സ്വാഭാവികമായും അവരുടെ സെമിസ്റ്റർ അടക്കം മാറിയ സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ആ പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള നടപടികൾ സർവകലാശാല സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ ലോകായുക്ത വിധിക്കെതിരെ ഇപ്പോൾ അപ്പീൽ പോകാനുള്ള സർവകലാശാല തീരുമാനം. കൂടാതെ പരീക്ഷാ ഫലം പുറത്തു വന്ന സാഹചര്യം, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും സർവകലാശാല അടുത്ത നടപടികളിലേക്കും അപ്പീലിലേക്കും ഇക്കാര്യത്തിൽ കടക്കുക. വീണ, ഓക്കെ, ശരി ശാലിനി.